അപ്പോൾ നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. By selling 12 marbles for a rupee, a shopkeeper loses 20%. In order to gain 20% in the transaction, he should sell the marble at the rate of how many marbles for a rupee? So first we need to determine the cost price of 12 marbles. നമുക്കിവിടെ കോസ്റ്റ് പ്രൈസ് കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് കോസ്റ്റ് പ്രൈസ് എക്സ് ആയിട്ട് എടുക്കാം. സെല്ലിംഗ് പ്രൈസ് കൊടുത്തിട്ടുണ്ട് 1 റുപ്പിന്ന്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 1 ആയിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ലോസ് 20% ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. Selling price is equal to CP minus loss in case of loss, and selling price is equal to CP plus profit in case of profit. So നമുക്കിവിടെ ലോസ് ആയതുകൊണ്ട് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു CP മൈനസ് ലോസ് ആയിട്ട് എടുക്കാം. ആദ്യം എക്സ് കണ്ടുപിടിക്കാം. ആദ്യം പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു CP മൈനസ് ലോസ്, where loss is equal to 20% of CP. So 1 is equal to x minus 0.2 into x. So solving x, we will get 1 divided by 0.8, which is equal to 1.25. അപ്പോൾ CP എത്ര? CP for 12 മാർബിൾസ് നമുക്ക് 1.2 റുപ്പീസാണ്, 1.525 റുപ്പീസാണ് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര സെല്ലിംഗ് പ്രൈസ് എത്ര ആക്കിയാലാണ് നമുക്ക് 20% പ്രോഫിറ്റ് ഉണ്ടാവുന്നതാണ്. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഡിസൈഡ് പ്രോഫിറ്റ് എത്ര ഇവിടെ പറഞ്ഞേക്കുന്നത്? 20%. 20% ഓഫ് എന്തിൻ്റെ? 20% ഓഫ് കോസ്റ്റ് പ്രൈസിൻ്റെ. സോ ഡിസൈഡ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 0.2 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടിയേക്കുന്നത്? 1.25. സോ ഡിസൈഡ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 2.2 ഇൻറ്റു 1.25, വിച്ച് ഈസ് ഈക്വൽ ടു 0.25 റുപ്പീസ്. സോ ന്യൂ സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ കണ്ടീഷനിൽ പ്രോഫിറ്റ് ആയതുകൊണ്ട് SP ഈസ് ഈക്വൽ ടു CP പ്ലസ് പ്രോഫിറ്റ് ആണ്. സോ SP ഈസ് ഈക്വൽ ടു 1.25 പ്ലസ് 0.25, ദാറ്റ്സ് ഈക്വൽ ടു 1.5 റുപ്പീസ് ഫോർ 12 മാർബിൾസ്. അപ്പോൾ നമുക്കറിയാം 12 മാർബിൾസിന് 1.5 റുപ്പീസ് ആണെങ്കിൽ 1 റുപ്പിക്ക് എത്ര മാർബിൾ കിട്ടും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. വിച്ച് ഈക്വൽ ടു 12 divided by 1.5, that's equal to 8 marbles. ഇനിയിപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് അറിയില്ലെങ്കിൽ നമ്മളൊന്ന് അതിൻ്റെ ഷോർട്ട് കട്ട് കാണിച്ചിട്ടുണ്ട്. 12 റുപ്പീസിന് 1.5 മാർബിൾസ് കിട്ടുമെങ്കിൽ n നമ്പർ ഓഫ് മാർബിൾസ് 1 റുപ്പീസിന് കിട്ടും. അങ്ങനെ ഈ n എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറയുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 into 12 divided by 1.5, that's equal to 8.